ഹായ് ഓൾ, വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LD. സോ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. അപ്പോൾ ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് ഏത് തരത്തിലുള്ള പഠന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ LD കോമൺ ആയിട്ട് ഈ ഒരു സിലബസ് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പൊതുവിജ്ഞാനവും ആനുകാലികവും, ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, ദെൻ സ്പെഷ്യൽ ടോപ്പിക്, ഇങ്ങനെ സിലബസ് നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിലെ കറണ്ട് അഫെയറും അതേപോലെ GK എന്ന് പറയുന്നതിൽ ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, കുറച്ച് അല്ലാത്ത സ്പെഷ്യലായിട്ടുള്ള കുറേയധികം GK പരമായിട്ട് നമ്മൾ PSCയിൽ പഠിക്കാത്ത കുറച്ച് മോട്ടോർ നിയമങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ചിലതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇതെല്ലാം കൂടെ ചേരുന്നത്, അതും കറണ്ട് അഫെയറും കൂടെ ചേരുന്ന ഈ ഒരു പാർട്ട് 30 മാർക്കാണ് ഉള്ളത്. ദെൻ മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 15 മാർക്കും ഉണ്ട്. പിന്നെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ PSCക്ക് സാധാരണ ഒരു PSC അല്ലെങ്കിൽ SSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അതായത് മാത്സിൽ നിന്നും നമ്മുടെ LCM, HCF, കൂട്ടുപലിശ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനോണിംസും ആൻറ്റോണിംസും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റും, അതുപോലെ പാസീവ്, ആക്റ്റീവ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇംഗ്ലീഷ് വരുന്നത്. മലയാളം എന്ന് പറയുമ്പോൾ പദപരിചയം, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവാർഡുകളൊക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് PSCക്ക് എന്തായാലും ചില വരികൾ തന്നിട്ട് ഇത് ആരുടേതാണ്, അതായത് നമ്മൾ PSCക്ക് പഠിക്കുന്ന എന്താണോ ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നത്. ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രാധാന്യം, അല്ലെങ്കിൽ ഓരോ വൃത്തങ്ങളുടെയും പ്രാധാന്യം, ക്ഷേത്രങ്ങളിലെ പൂജകൾ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒറിജിൻ, ദേവസ്വം ബോർഡ് എന്തിന്, അതിലെത്ര മെമ്പേഴ്സ് ഉണ്ട്, അല്ലെ സെക്രട്ടറി ആര്, അല്ലെ ആ ഒരു ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ വരുന്ന ക്ഷേത്രങ്ങൾ എത്ര എണ്ണം ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നോക്കുന്നത്. പിന്നെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, ദെൻ GK. അപ്പം നിങ്ങൾക്ക് ഒരു ഈ 30 മാർക്കിൻ്റെ GKയില്ല, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കറണ്ട് അഫെയർ ഉണ്ട്, അപ്പോൾ അല്ലെങ്കിൽ സയൻസ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അഥവാ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്താലും ഈ ഒരു മേഖലകളിൽ നിന്നും 10-15 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാത്സും ഇംഗ്ലീഷും മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ LDക്ക് എന്താണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു PSC ഡിഗ്രി ലെവലുള്ള പരീക്ഷയ്ക്ക് എന്താണോ പഠിക്കുന്നത്, ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് അത്ര വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ല. അതായത് നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്, ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദുമതത്തിൽ പെട്ട ഒരാൾക്ക് ബേസിക്കായിട്ട് നമുക്കറിയാവുന്ന കുറേ കോൺസെപ്റ്റുകൾ, കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കണം. അത്രയും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഇതാണ് ദേവസ്വം ബോർഡിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിലബസ്. അപ്പോൾ നമ്മൾ അടുത്ത കാലത്തായിട്ട് വരാൻ പോകുന്നു, അതായത് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അപ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വേക്കൻസികളുമുണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊള്ളുക. ഇനിയിപ്പോൾ LDക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം സ്പെഷ്യലായിട്ടൊന്നുമില്ല, അതൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ GKയിലും സ്പെഷ്യൽ ടോപ്പിക്കിലും മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. ദെൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് അഡ 24/7 മലയാളത്തിൽ ഞാനിപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്നത്, ഇപ്പോൾ ഹിസ്റ്ററിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്കും പോകും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ PDF നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സജിത മിസ്, അതായത് നമ്മുടെ ആപ്പ് എടുക്കുക, ആപ്പിൽ മൈ കോണ്ടന്റ് കിടപ്പുണ്ട്. അതായത് ആപ്പ് എടുത്തിട്ട് ആപ്പിലൊരു മൈ കോണ്ടന്റ് ഉണ്ട്. അവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസുകൾ, ഡെയിലി ക്വിസുകളും ഒക്കെ ഉണ്ട്. അതേപോലെ
തന്നെ നമ്മളുടെ നോട്ട്സ് എല്ലാത്തിൻ്റെയും നോട്ട്സ് ഈ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതുവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലുകളിൽ പോകുന്നുണ്ട്. ഡെയിലി എക്സാമിന് വേണ്ട ക്വിസുകൾ, അതുപോലെ തന്നെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ദെൻ നമ്മുടെ മോട്ടിവേഷൻ സെഷൻസ്, നോട്ടിഫിക്കേഷൻ വീഡിയോസ്, എക്സാം അനാലിസിസ്, ഇതൊക്കെ നമ്മുടെ ചാനലിൽ ആദ്യം തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ ഈ ദേവസ്വം ബോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അഡ 24/7 മലയാളം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഗേൾസിനും ബോയ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഗേൾസിനും ബോയ്സിനും LD ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു സോ മച്ച് ഡിയർ സ്റ്റുഡൻസ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.